ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിലും അനിരുദ്ധിന്റെ മ്യൂസിക്കിലും എത്തുന്ന കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ്. സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. മികച്ച വരവേൽപ്പായിരുന്നു ട്രെയിലറിന് ലഭിച്ചിരുന്നത്. തമിഴ്നാട്ടിലേതുപോലെ തന്നെ വലിയ സ്വീകാര്യതയാണ് സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിലും ലഭിക്കുന്നത്. ഇപ്പോഴിതാ ചിത്രം നോർത്ത് അമേരിക്കയിൽ പുതിയ റെക്കോർഡുകൾ നേടിയെന്നാണ് റിപ്പോർട്ട്. അഡ്വാൻസ് ബുക്കിംഗിൽ നോർത്ത് അമേരിക്കയിൽ നിന്ന് കൂലി $3 മില്യൺ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. വിജയ് ചിത്രമായ ലിയോയെയാണ് ഈ രജനി സിനിമ മറികടന്നിരിക്കുന്നത്. ഒരു തമിഴ് സിനിമ ആദ്യമായാണ് നോർത്ത് അമേരിക്കയിൽ നിന്ന് 3 മില്യൺ നേടുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലും ഒപ്പമിറങ്ങുന്ന വാർ 2വിനേക്കാളും കൂലി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം വാർ 2വിനേക്കാൾ വലിയ ഓപ്പണിംഗ് കൂലി നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ പ്രവചനം. അതേസമയം കൂലിയുടെ ആദ്യ പ്രദർശനം ഇന്ത്യൻ സമയം പുലർച്ചെ 4:01 ആരംഭിക്കും. കേരളത്തിൽ രാവിലെ 6 മണി മുതലാണ് കൂലിയുടെ ഷോ ആരംഭിക്കുന്നത്. ചിത്രം ഓഗസ്റ്റ് 14 പുറത്തിറങ്ങും. സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും ആരാധകരിൽ നിന്ന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. കൂലിയുടെ ഡബ്ബിംഗ് കഴിഞ്ഞ ശേഷം രജനീകാന്ത് തന്നെ കെട്ടിപ്പിടിച്ചെന്നും മണിരത്നം ചിത്രം ദളപതി സിനിമ കണ്ട പോലെ തോന്നിയെന്നും പറഞ്ഞതായി ലോകേഷ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് കൂലിയുടെ നിർമ്മാണം. ഇതുപോലുള്ള കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.